ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് സ്റ്റാറ്റിൽ ആവറേജ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അർത്ഥമാറ്റിക് മീൻ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മീഡിയൻ എന്ന് പറയും. ഈ മീഡിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിയാമല്ലോ, പ്ലസ് വണ്ണിനും അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സുകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഈ മീഡിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിഡിൽ മോസ്റ്റ് ഐറ്റം ഇൻ എ സീരീസ് എന്ന് പറയാം. ഒരു സീരീസിൽ ഇപ്പോൾ നമ്മൾ ഇതാണ്ട് ഞാനൊരു നമ്പർ എടുക്കുക, 5, 10, 15, 20, 25, ഒരു 5 നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതിലെ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാ? 15 ആണ്. ആ 15നെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഐറ്റം ഇൻ എ സീരീസ് എന്ന് പറയും. അപ്പോൾ ഒരു അറേഞ്ച്ഡ് ഡേറ്റയ്ക്കകത്തിൽ തന്നിരിക്കുന്ന മിഡിൽ മോസ്റ്റ് ഐറ്റം നേരെ സെൻറ്ററാണ് എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഡിവൈഡ്സ്, മീഡിയൻ ഡിവൈഡ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ടു 2 ഈക്വൽ പാർട്സ്. ഈ മിഡിലിൻ്റെ അല്ലെങ്കിൽ മീഡിയൻ്റെ റൈറ്റ് സൈഡിൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും തന്നെ ലെഫ്റ്റിലും കാണും. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് മീഡിയൻ ചെയ്യുന്നത്. 50% റൈറ്റ് സൈഡിലും 50% ലെഫ്റ്റ് സൈഡിലും. അങ്ങനെ മിഡിൽ മോസ്റ്റ് ഐറ്റം ഇൻ എ സീരീസ്. അപ്പോൾ ആ സെൻട്രൽ പൊസിഷനാണത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയൻ ഈസ് ഓൾസോ കോൾഡ് പൊസിഷണൽ ആവറേജ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പൊസിഷണൽ ആവറേജ് എന്ന്. അപ്പോൾ ഓർക്കുക, പൊസിഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 എണ്ണം ഉണ്ട്, മീഡിയൻ ഉണ്ട്, ഇനിയും വരാൻ പോകുന്ന മോഡുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് മീഡിയനാണ്, ഓർത്തിരുന്നോണം. അപ്പോൾ ഇത് സെൻട്രൽ പൊസിഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? പൊസിഷണൽ ആവറേജ്. അതുകൂടെ ഓർത്തിരുന്നോണം. അപ്പോൾ സെൻട്രൽ പൊസിഷനാണ്, ദാറ്റ് മീൻസ് മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഐറ്റം ഇൻ എ സീരീസ് ആണ്. ഇറ്റ് ഡിവൈഡ്സ് ദ ടോട്ടൽ അറേഞ്ച്ഡ് ഡേറ്റ ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ആണ്. 50% റൈറ്റ് സൈഡും 50% ലെഫ്റ്റ് സൈഡിലും ഓർത്തിരുന്നോണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുപോലെ അപ്പം മീഡിയൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പൊസിഷണൽ ആവറേജ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് 3 സീരീസിൽ തന്നെ കണക്കുകൾ ചെയ്യാനുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, അതുപോലെ കണ്ടിന്യൂസ് ഉണ്ട്. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ മീഡിയൻ m ഈക്വൽസ് സൈസ് ഓഫ് n+1/2th ഐറ്റം. അങ്ങനെ വായിക്കേണ്ടത് n+1/2th ഐറ്റം, സൈസ് ഓഫ് n+1/2th ഐറ്റം എന്ന് പറയും. n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഐറ്റമാണ്, ഗിവൺ വാല്യൂവിനെയാണ് n എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്ട് ഞാനൊരു എക്സാമ്പിൾ തന്നിട്ട്. പിന്നെ ഇവിടെ മീഡിയൻ്റെ അതിലൊരു പ്രത്യേകത, ചിലപ്പോഴേ ഓർഡർലി അറേഞ്ച്ഡ് ഡേറ്റ അല്ല തരുന്നത്. ഓർഡർലി അറേഞ്ച്ഡ് ആദ്യം നമുക്ക് പ്രശ്നമില്ല, സെൻറ്റർ എടുക്കാം. പക്ഷേ ഓർഡർലി അറേഞ്ച്ഡ് അല്ല. ഇപ്പോൾ അതാണ്ട് കണ്ടല്ലേ ഒരു ഡേറ്റ എന്താന്ന് 20, 25, 30, 15, 17, 26, 18. അപ്പോൾ കയറി ഇറങ്ങി കിടക്കാണ്, ഡിസ്ട്രിബ്യൂഷൻ ഡിഫറൻ്റ് ആണ്, അപ്പോൾ ഓർഡർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഈ ഗിവൺ ഡേറ്റയെ ഓർഡർ ആക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. മീഡിയൻ ഡേറ്റകളെ ഓർഡർ ആക്കണം. ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലും ആക്കാം. വേണമെങ്കിൽ അസെൻഡിങ് ഓർഡർ ആക്കാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആക്കാം. ചെറിയ നമ്പറിൽ നിന്ന് വലിയതിലേക്കോ അസെൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്, അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 15, അത് കഴിഞ്ഞിട്ടുള്ള 17, 18, 20, 25, 26, 30. അപ്പോൾ ആ ഗിവൺ വാല്യൂസിനെ നമ്മൾ ഓർഡറിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉള്ളൂ. ആ പിന്നെ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. n+1/2th ഐറ്റം. n എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കുക, 2, 4, 6, 7 എണ്ണം. 7 + 1 7 + 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 7 + 1 എന്ന് പറയുമ്പോൾ 8/2, 4th ഐറ്റം, 4ാമത്തെ ഐറ്റമാണ് മീഡിയൻ. ദാറ്റ് ഈസ് 4th ഐറ്റം. 4th ഐറ്റം ഇവിടെ ഏതാ? എണ്ണി നോക്കണം. ഈ അറേഞ്ച് ചെയ്ത ഇത് പിന്നെ എടുക്കരുത്. അറേഞ്ച് ചെയ്ത ഡേറ്റയ്ക്കകത്തിൽ 1, 2, 3, 4. അപ്പോൾ അതാണ്ട് കണ്ടല്ലേ 20. ഈ 20 എന്ന് പറയുന്നതാണ് നമ്മുടെ മീഡിയൻ, 4th ഐറ്റം. അപ്പോൾ 4th ഐറ്റം ഇൻ ദ സീരീസ്, ദാറ്റ് ഈസ് മീഡിയൻ ഈസ് 20. ഇതൊരു ഓഡ് നമ്പറാണ്. കാരണം 1, 2, 3, 4, 5, 6, 7 7 നമ്പറാണ്. 5 അല്ലെ 3, 5, 7, 9 അങ്ങനെ വരുന്നതിനെയാണ് ഓഡ് നമ്പർ എന്ന് പറയും. എന്നാൽ ഈവൻ നമ്പർ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കണം. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 4, 6, 8, 10 അങ്ങനെ വരുന്ന ഐറ്റത്തെയാണ് ഈവൻ നമ്പർ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 22, 16, 14, 20, 12, 19. ഇത് ഓർഡർലി അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഏറ്റവും ചെറുത് 12, പിന്നെ 14, 16, 19, 20, 22. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. n+1/2th ഐറ്റം. ഇവിടെ n എത്രയാണ്? 1, 2, 3, 4, 5, 6 ആണ്. 6 + 1 7/2 എത്ര വരും? 3.5 എന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഡിയൻ ലൈസ് ബിറ്റ്വീൻ 3.5 ആണ്. അപ്പോൾ 3rd and 4th ഐറ്റം. ഇവിടുത്തെ 3rd ഐറ്റം നോക്കിയേ, ഏതാ? 16 ആണ്. 16 ആണ് 3rd ഐറ്റം. 4th ഐറ്റം നോക്കി
19 കണ്ടോ. 2 ഐറ്റം നമുക്ക് എടുക്കണം ഈവൻ നമ്പർ ആണെങ്കിൽ. കാരണം 3.5 എന്ന് വരും. 3.5 എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മീഡിയൻ ലൈസ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് ഐറ്റം. മൂന്നാമത്തെ 4ാമത്തെ ഐറ്റത്തിൻ്റെ നടുക്ക് കിടക്കുന്നതാണ്. അതാണ് 3.5 എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ നമ്മൾ എന്തെടുക്കാം? 3ാമത്തേതെടുത്തു 16, 4ാമത്തേതെടുത്തു 19, 16, 19, 19, 29, 35, 35/2 17. ഓക്കെ, ഇങ്ങനാണ് ഇൻഡിവിജ്വൽ സീരീസിൽ. അത് ഈവൻ നമ്പർ വന്നാൽ ഈ രീതിയിൽ, ഓഡ് നമ്പർ വന്നാൽ ഈ രീതിയിൽ. ഇനി നമുക്കതിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസ് നോക്കാം. രണ്ടാമത്തെ ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിലും സെയിം ഇക്വേഷൻ തന്നെ. n എന്ന് മാറും, ക്യാപിറ്റൽ N വരും. അതായത് നമുക്കറിയാം സിഗ്മ എഫ് ഫ്രീക്വൻസി തരും. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് സിഗ്മ എഫ്, ദാറ്റ് ഈസ് n, വലിയ N. അപ്പോൾ ഇക്വേഷൻ എന്ത് തന്നെയാണ്? n+1/2 ഐറ്റം തന്നെയാണ്. അപ്പോൾ വ്യത്യാസം ഇതേ ഉള്ളൂ. n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്, ദാറ്റ് ഈസ് സിഗ്മ എഫ് ആണ് എന്ന് പറഞ്ഞാൽ ഗിവൺ ഫ്രീക്വൻസി. ദാ എക്സാമ്പിൾ, എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. 5, 8, 10, 15, 20, 25. മുമ്പേ പറഞ്ഞ പോലുള്ള ഈ പറയുന്ന പോലെ ഓർഡറും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. ഇത് തന്നിരിക്കുന്ന അതേ രീതി ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 3, 12, 8, 7, 5, 4. ആദ്യം നമ്മൾ ആ ഫ്രീക്വൻസി എല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്തുമ്പോൾ എത്ര കിട്ടി? 39 കിട്ടി. ഇവിടെ ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയെ മേളിൽ നിന്ന് കീപ്പോട്ട് ക്യുമുലേറ്റ് ചെയ്യണം, കൂട്ടിക്കൂടി ആഡ് ചെയ്ത് എഴുതിക്കണം. അത് പ്രത്യേകം മീഡിയൻ്റെ അകത്തിൽ വരുന്ന ഏറ്റവും പ്രധാനം. പലയിടത്തും ഉണ്ട് പാർട്ടീഷൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്നിടത്തൊക്കെ ഉണ്ട്. അപ്പോൾ ക്യുമുലേറ്റീവ് വാല്യൂ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്ന് കൊടുത്തേക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അവിടെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫ്രീക്വൻസി അതേപോലെ തന്നെ എഴുതുക, 3 തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഈ ഫസ്റ്റ് ഫ്രീക്വൻസിയുടെ കൂടെ രണ്ടാമത്തെ ഫ്രീക്വൻസി കൂട്ടുക. 3ഉം 12ഉം 15. ഈ 15ൻ്റെ കൂടെ അടുത്ത നമ്പർ കൂട്ടുക, ഫ്രീക്വൻസി 8. 15, 8, 23. ഇനി ആ 23ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 7 കൂട്ടുക, 30. 30ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 5 കൂട്ടി 35. 35ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 4 കൂട്ടി 39. ആണ്ട് ഇവിടെ കൂട്ടിയത് തന്നെ കിട്ടി. ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആസ്പദമാക്കി കർവ് ഒക്കെ ഉണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്, ഒജീവ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഫ്രീക്വൻസി ക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടല്ലോ എങ്ങനെയാണെന്ന്. 3 അതുപോലെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് നമ്പർ അതുപോലെ തന്നെ എഴുതിയേക്കുക. അതിനുശേഷം 3ൻ്റെ കൂടെ 12, 15ആയി. 15ൻ്റെ കൂടെ 8, 23. ഈ രീതിയിൽ മേളിൽ നിന്ന് കീപ്പോട്ട് കൂട്ടി എഴുതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അതിലെ പ്രശ്നം. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതി. n+1/4 ഐറ്റം. n ക്യാപിറ്റലാണ്, സിഗ്മ എഫ് ആണ്, 39. 39 + 1/2. 39 + 1 എന്ന് പറഞ്ഞാൽ 40 ആണ്. 40/2 20th ഐറ്റമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 20th ഐറ്റമാണ് മീഡിയൻ. ആ 20 എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ആദ്യം എവിടെയാണോ ഈ 20 എന്ന് പറയുന്ന നമ്പറിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ആദ്യത്തെ നമ്പറിനെ നമ്മൾ മാർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 20, ഇപ്പം നോക്കാം, 20 എന്ന് പറയുന്ന ഐറ്റം 3-ലില്ല, 15-ലില്ല, 23-ലുണ്ട്. കണ്ടോ, 20. അതായത് നമ്മുടെ ഈ 20 എന്ന് പറയുന്ന അതിനെ ഉൾക്കൊള്ളാവുന്ന CF എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻക്ലൂഡ്സ് 20 ഈസ് 23 എന്ന് പറയാം. അതായത് ഈ 20യെ ഉൾക്കൊള്ളാവുന്ന ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണം, അത് 23 ആണ്. ഇനി ആ 23ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എടുക്കുക, അതിന് നേരെ കിടക്കുന്ന എക്സ് വാല്യൂ എടുക്കുക. ആ സൈസ് ഓഫ് ഐറ്റം ദാറ്റ് ഈസ് 10. ദിസ് 10 ഈസ് കോൾഡ് മീഡിയൻ. അത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യം. ഇത്രയേ ഉള്ളൂ ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ. അപ്പം നമ്മൾ നോക്കേണ്ട ഇവിടുത്തെ, അപ്പം 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, മേളിൽ നിന്ന് കീപ്പോട്ട് ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുക. അടുത്തത് ഇക്വേഷൻ അഡ്ജസ്റ്റ് ചെയ്തു, 20th ഐറ്റം കിട്ടി. ഈ 20യെ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്കകത്തിൽ എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യത്തെ നമ്പർ 20 ഉൾക്കൊള്ളുന്ന ആദ്യത്തെ നമ്പർ 23. കാരണം 20യെ ഉൾക്കൊള്ളാൻ 15-ന് പറ്റത്തില്ല, കഴിവില്ല. അതിനേക്കാൾ കൂടുതലാണ് 20. അപ്പോൾ 20യെ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ നമ്പർ, കാരണം ഇങ്ങോട്ടുണ്ട്, അത് നോക്കരുത്, ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് CF ഇൻക്ലൂഡ്സ് 20, ദാറ്റ് ഈസ് 23. സോ ദ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ എക്സ് നമ്പർ ദാറ്റ് ഈസ് 10. That is the size of item 10. So the size of item 10 is called median. ഇത്രയേ ഉള്ളൂ മീഡിയൻ. ഡിസ്ക്രീറ്റ് സീരീസ്. ഇനി ഇത് വേറെ ഒരെണ്ണം കൂടെ ഒരു എക്സാമ്പിളൂടെ ഞാൻ തന്നിട്ടുണ്ട്. ഇതാ നോക്കൂ, എക്സ് 10, 12, 15, 18, 20, 25, 30. ഫ്രീക്വൻസി 3, 5, 8, 12, 13, 12, 7. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 60 കിട്ടി. നമ്മൾ ക്യുമുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ CFലെ ഫസ്റ്റ് നമ്പർ 3 തന്നെ.
ഇനി ആ 3യുടെ കൂടെ രണ്ടാമത്തെ ഫ്രീക്വൻസി 5 കൂട്ടി 8, 8ൻ്റെ കൂടെ 8 കൂട്ടി 16, 16ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 12 കൂട്ടി 28, 28ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 13 കൂട്ടി 41, 41ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 12 ആഡ് ചെയ്തു 53, 53യുടെ കൂടെ ലാസ്റ്റ് ഫ്രീക്വൻസി 7 ആഡ് ചെയ്തപ്പോൾ 60. ഇതാണ്ട് കണ്ടോ, ഇത് തന്നെ കിട്ടി. ഓക്കെ, പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്താ n+1/2 ഐറ്റം, ഇവിടെ n എന്ന് പറയുന്നത് 60 ആണ്. +1 ആയപ്പോൾ 61 കിട്ടി. ഡിവൈഡഡ് ബൈ 2 61/2 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30.5th ഐറ്റം, 30.5th ഐറ്റം 30.5. അപ്പോൾ ഈ 30.5നെ ഉൾക്കൊള്ളുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ആദ്യ നമ്പർ എടുക്കണം. 30.5 എവിടെയാണ് ക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 41ലാണ്. ഓർത്തോണ്ടാണ് കേട്ടോ, 41ൽ. കാരണം 30.5 അത് 28 വരത്തില്ല, അതിനേക്കാൾ വലുതാണ് 30.5. അപ്പോൾ അതെവിടെ ഉൾക്കൊള്ളും? 41ൽ. അപ്പോൾ ആ 41ന് നേരെ കിടക്കുന്ന എക്സ് വാല്യൂ നോക്ക്, കണ്ടോ, മീഡിയൻ ദാറ്റ് ഈസ് 20. അപ്പം നമ്മൾ എടുത്ത ആ നമ്പർ, അതായത് നമ്മൾ ഇക്വേഷൻ കിട്ടിയ നമ്പർ, അതായത് 30.5th ഐറ്റം, അതിനെ നമ്മൾ CFൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ആ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് CF ഇൻക്ലൂഡ്സ് 30.5th ഐറ്റം, ദാറ്റ് ഈസ് 41 ആണ്. അപ്പോൾ ആ 41ന് നേരെ കിടക്കുന്ന കറസ്പോണ്ടിങ് വാല്യൂ ആണ് എക്സ്. ആ എക്സിനെയാണ് നമ്മൾ, ആ എക്സ് ഐറ്റത്തെ 20 എന്ന് പറയുന്നതാണ് നമ്മുടെ മീഡിയൻ. ഉണ്ടല്ലോ, ഈ രീതിയിലാണ് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റിലും. ഇനി ഇതിനും ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് പറയാൻ പറ്റത്തില്ല, അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതായത് കണ്ടിന്യൂസ് സീരീസും ഉണ്ട്, പിന്നെ അതിനെ ആസ്പദമാക്കി ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒജീവും നമുക്ക് വരച്ച് കാണിക്കാം. അത് അടുത്ത ദിവസമായിട്ട്. ഓക്കെ.